BJPയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ളയിൽ പോലീസിലും പരാതി എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് കൊടി വാങ്ങിയ ബില്ലിൽ തന്റെ GST നമ്പർ ഉപയോഗിച്ച് വ്യാജമായി ഉണ്ടാക്കി, ഇങ്ങനെയൊരു ബില്ല് വ്യാജമായാണ് ഉണ്ടാക്കിയത് എന്ന ഒരു പരാതി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതൊരു വ്യാപാരിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രമദചന്ദ്രൻ വെഞ്ഞാറമ്മൂട് പോലീസിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷനും പരാതി നൽകുമെന്ന് പ്രമദചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. ബില്ല് വ്യാജമാണ്. നമുക്ക് 4 വർഷത്തിന് മുമ്പ് കമ്പ്യൂട്ടർ ബില്ലായിരുന്നു. അന്ന് വലിയ സെയിലൊക്കെ ഉണ്ടായ സമയത്ത്. ഇപ്പൊ സെയിലില്ലാത്തതുകൊണ്ട് 4 വർഷം കൊണ്ട് നമ്മുടെ ചെറിയ ബിൽ ബുക്കാണ്, കൈകൊണ്ട് എഴുതുന്ന ബില്ലാണ്. ഇതിൽ നമ്മൾ കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യില്ല. അതുമല്ല, ഇതില് ഏജൻസി തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ. ഇത് നമുക്കുള്ള ഏജൻസി കണിച്ചോട് വാമനപുരം എന്നാണ് നമ്മൾ ആ ഡ്രസ്സിൽ കിടക്കുന്നത്. GST നമ്പർ, FSSI നമ്പർ എല്ലാം നമ്മളെ ബില്ലിൽ വരും. ഇതിൽ അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ സീലില്ല, നമ്മുടെ ഒപ്പില്ല. അതുപോലെ GST ബില്ല് ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ആരെയാണ് പൈസ കൊടുത്തത്? ഈ പൈസ കൊടുത്ത ആൾക്കാർ അവരെ കണ്ടെത്തണത്. നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ച് ഒരു ബില്ല് ഉണ്ടാക്കുകയാണ്. അതെ, ഈ നമ്മളെ ബില്ലിൽ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എന്റെ ഈ നമ്പരല്ല, എന്റെ ഒരു പഴയ മൊബൈൽ നമ്പറും വൈഫിന്റെ നമ്പറുമാണ് ആ ബില്ലിൽ കിടക്കുന്നത്. പക്ഷേ ഇതിൽ അടിച്ചിരിക്കുന്ന ബില്ലിൽ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറിൽ ഒരക്കം മാറ്റി വെച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ബില്ലിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ പോലും തെറ്റാണ്. അപ്പൊ അത് വിളിച്ചാൽ കിട്ടാത്ത നമ്പർ ആയിരിക്കും. വിളിച്ച് തിരക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അവരങ്ങനെ ആ കള്ള നമ്പർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോർഡ് പുറത്താണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 ദിവസം മുമ്പാണ് എടുത്ത് അകത്ത് വെച്ചത്, വേറെ എന്തോ ഇതിനടുത്ത് വെച്ചാണ്. ഈ ബോർഡിൽ നമ്മളെ GST നമ്പർ ഉണ്ട്, FSSI നമ്പർ ഉണ്ട്, അതില് യഥാർത്ഥ ഫോൺ നമ്പറും അതിലുണ്ട്. ബില്ലിലുള്ള ഫോൺ നമ്പറും ആ ബോർഡിലുണ്ട്. ഇതിൽ കളിച്ചിട്ടുള്ള നമ്മളെ രാഷ്ട്രീയ ശത്രുക്കളുണ്ട്. അവര് ആരാണോ ഈ നമ്പർ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ വന്ന് നോക്കിയെടുത്ത് എന്തോ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് പോലീസിന് പരാതി കൊടുത്തു. 4-4 വെഞ്ഞാറമ്മൂട് CIക്കാണ് പരാതി കൊടുത്തത്. അതിന്റെ റെസീപ്റ്റ് ഉണ്ട്. പിന്നെ എന്തായാലും പരാതി അന്വേഷിക്കണം. പാർട്ടിക്കും പരാതി കൊടുക്കുന്നുണ്ടോ? പാർട്ടിക്ക് പരാതി കൊടുക്കുന്നു. ഞാനത് രാജീവ് ചന്ദ്രശേഖർജി സ്ഥലത്തില്ല എന്ന് പറയുന്നു. എന്തായാലും നാളെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് നാളെ തന്നെ പരാതി കൊടുക്കുന്നുണ്ട്. യെസ്, വീണ്ടും VVNലേക്ക് പോകുമ്പോൾ അരുൺ, ഇതാ സംഘടനാ തലത്തിലുള്ള പരാതി എന്നതിനപ്പുറത്തേക്ക് പോലീസിലേക്ക് പരാതി എത്തുന്നു. അവിടെ GST നമ്പർ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ GST സമ്പ്രദായത്തിലേക്കൊക്കെ നികുതി സമ്പ്രദായത്തെ മാറ്റിയതും ഇതേ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അവിടെയാണ് മറ്റൊരു വ്യാപാരിയുടെ GST നമ്പർ ബില്ലിൽ കള്ളബില്ലായി കാണിച്ചിട്ടുള്ളത് എന്നതാണ്. ആ വ്യാപാരിയും പരാതിയുമായി വരുന്നു. അത് പോലീസിൽ അടക്കം പരാതി ലഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നേതൃത്വം, സംസ്ഥാന നേതാക്കൾ, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ വാദങ്ങൾ പൊളിയുകയും ഇനിയും പൊതുസമൂഹത്തിന് മുന്നിൽ ഇതൊന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇത് പോലീസ് കേസ് കൂടിയാണ് ആകുന്നത്. അഭിലാഷ്, നികുതി വെട്ടിപ്പ് തടയാൻ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന GST അത് യഥാർത്ഥത്തിൽ BJPക്ക് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് തന്നെ അനുഗ്രഹമായി മാറുന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായി ഇത്തരം തട്ടിപ്പ് കണ്ടുപിടിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. AA ഏജൻസി എന്ന വെഞ്ഞാറമ്മൂടുള്ള ഒരു കട, ഒരു പലചരക്ക് വ്യാപാര സ്ഥാപനം, അവരുടെ GST നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 3.25 ലക്ഷം രൂപയുടെ 10,000 കൊടികളാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലേക്ക് BJP സംസ്ഥാന നേതൃത്വം നൽകിയത്. അതിലാണ് ഈ 3.25 ലക്ഷം രൂപ ഈ പ്രമദചന്ദ്രൻ അദ്ദേഹത്തിന്റെ പേരിലുള്ള GST ആണ്, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലുള്ള GST ആണ്. അവിടെ പക്ഷേ അദ്ദേഹത്തിന് ഈ പണം ലഭിച്ചിട്ടില്ല. അവിടെ കൊടി വിൽക്കുന്നുമില്ല. അവിടെ പലചരക്ക് ഉപ്പും മുളകും അടക്കമുള്ള പലചരക്ക് സാധനങ്ങളാണ് വിൽക്കുന്നത്. ആ കടയിലേക്കാണ് കൊടിയുടെ ബില്ല്, ആ കടയുടെ പേരിലാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം നൽകിയത്. ആരുടെ അതിബുദ്ധി എന്ന് വ്യക്തമല്ല. ഏതായാലും അവിടെയും ഒരു BJP ബന്ധം വന്നു. അദ്ദേഹം BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ വ്യാജ ബില്ല് ഉണ്ടാക്കുന്നു. എട്ടരോടുകൂടിയാകാം ഇതൊക്കെ പ്രമദചന്ദ്രൻ തിരിച്ച് അറിയുന്നത്. വാർത്ത വന്നപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ തന്റെ GST നമ്പർ തന്നെയാണ്, കടയുടെ പേരും വച്ചിട്ടുണ്ട്. ഒരു ബില്ല് ഉണ്ടാക്കിയത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും വ്യാജമാണ് തരത്തിലുള്ളത്. ഏതായാലും അവിടെ BJPയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ കൊടിയുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ഇടപെട്ടുകൊണ്ടാണ് ഈ വ്യാജ ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെയൊക്കെ BJPയുടെ ആഭ്യന്തര പ്രശ്നമായി ഇനി BJPക്ക് പറയാൻ കഴിയുമെങ്കിൽ പ്രമദചന്ദ്രന്റെ പരാതി വന്നതോടുകൂടി ഇത് ആഭ്യന്തര വകുപ്പിന് മുന്നിലേക്ക് എത്തുകയാണ്. ഇന്നലെ വെഞ്ഞാറമ്മൂട് പോലീസിലാണ് CIക്ക് മുമ്പാകെ പരാതി നൽകിയത്. സ്വാഭാവികമായി ഇതിന് അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം GST തട്ടിപ്പാണ്, GST ബില്ല് ഉപയോഗിച്ചുള്ള തട്ടിപ്പാണ്. BJP നേതൃത്വം കാണുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു വ്യാപ്തി ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്തെല്ലാം കാര്യങ്ങളിലാണ് GST ഇത്തവണ
കേന്ദ്ര നേതൃത്വം ഈ ഫണ്ട് നൽകുമ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു, ബില്ലുകൾ GST ബില്ലുകളായി തന്നെ വേണം, അല്ലാതെ കൈയെഴുത്ത് ബില്ലുകൾ പോരാ എന്ന നിർദ്ദേശം എല്ലാ സംസ്ഥാന ഘടകങ്ങൾക്കും BJP നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം തട്ടിപ്പുകൾ ഇപ്പോൾ പിടികൂടാൻ കഴിഞ്ഞതെന്നാണ് BJPയുടെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ പറയുന്നത്. ഏതായാലും പ്രമോദാനന്ദന്റെ പരാതി അത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വലിയ പരാതിയായി മാറുമെന്ന് ഉറപ്പാണ്. അല്പസമയം CPM സംസ്ഥാന കമ്മിറ്റി അംഗം വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് അങ്ങനെ പാർട്ടിക്കുള്ളിൽ തീർക്കേണ്ട വിഷയമല്ല, പരാതികൾ ലഭിച്ചിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കണം, ആഭ്യന്തര വകുപ്പ് പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷിക്കണം ആവശ്യപ്പെടുന്നു. സ്വാഭാവികം സർക്കാർ ഇനി ഈ വിഷയത്തിൽ നിലപാടെടുക്കേണ്ടി വരും. ഈ വ്യാജ ബില്ലിൽ തുടങ്ങി എവിടം വരെ അന്വേഷണം എത്തുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്ന പോലെ ഈ വാർത്ത തുടക്കത്തിൽ പുറത്തുവിട്ടപ്പോഴടക്കം ന്യൂസ് 18-നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത VV അരുണിനെയും ഒക്കെ സോഷ്യൽ മീഡിയകളിലൂടെ അടക്കം BJP ഹാൻഡിലുകൾ വലിയ തോതിൽ വിമർശിക്കുകയായിരുന്നു. ഇത് പ്ലാൻഡായ വാർത്ത എന്ന തരത്തിൽ പോലുമൊക്കെ പ്രതികരണങ്ങൾ വന്നിരുന്നു. BJP നേതൃത്വവും ഏതാണ്ട് അതിനെ അനുകൂലിക്കുന്ന സമീപനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നിട്ടുള്ളത്. പോലീസിലടക്കം പരാതി എത്തിയ പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. BJPയിലെ ഫണ്ട് തട്ടിപ്പിൽ കടുത്ത വിമർശനവുമായി വി ശിവൻകുട്ടി. RSS BJP നേതൃത്വം സാമ്പത്തിക ആരോപണത്തിൽ ചീഞ്ഞു നാറുകയാണ്. ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാന സർക്കാർ ഇടപെടണം, പരാതിയിൽ നടപടി വേണം, സർക്കാർ ഉന്നതതല അന്വേഷണം നടത്തണം. തങ്ങളുടെ പാർട്ടിയുടെ കാര്യം വേറെ ആരും അറിയേണ്ട എന്ന് പറയുന്നത് ശരിയല്ല എന്നും വി ശിവൻകുട്ടി പ്രതികരിച്ചു. BJP RSSന്റെ നേതൃത്വം ഇന്ന് സാമ്പത്തിക ആരോപണം കൊണ്ട് ചീഞ്ഞു നാറുകയാണ്. ഇന്നിപ്പോൾ വളരെ ഗൌരവമേറിയ വിഷയങ്ങളാണ് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ കണക്ക് വരുന്ന അവസരത്തിൽ വിവിധ ഏജൻസികൾ കേസെടുത്ത് അന്വേഷണം നടത്താറുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ഗൌരവമായി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തി തന്നെ അവർ നടത്തിയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയിട്ടുണ്ട്. നീണ്ടുപോകുന്നത് BJPയും UDFും തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലോ അഡ്ജസ്റ്റ്മെന്റ് അടിസ്ഥാനത്തിലാണോ ആണ് ഈ കേസ് എടുത്ത് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടുപിടിക്കാത്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.